ടു മറൈൻ ഫ്ലേവേഴ്സ്. അപ്പോൾ തമ്പനയിൽ കാണിച്ചതുപോലെ 50 രൂപ മാത്രമാണ് ഇതിന് ചിലവുള്ളത്. ബിയർ ബോട്ടിൽ നമുക്ക് എവിടെന്നെങ്കിലും നമ്മൾ അന്വേഷിച്ചാൽ കിട്ടാവുന്ന സാധനം തന്നെയാണ്. 50 രൂപയ്ക്കാണ് ഞാൻ ആ ഒരു റോപ്പ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ റോപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ബിയർ ബോട്ടിൽ എത്രത്തോളം മനോഹരമായിട്ട് നമ്മുടെ വീട്ടിലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ബിയർ കുപ്പികളെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി, വെള്ളത്തിലിട്ടാൽ മതി, ഇതിൻ്റെ സ്റ്റിക്കർ നന്നായിട്ട് ഇളകി പൊയ്ക്കോളും. അപ്പോൾ ഞാനതങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, ബ്രൗൺ കളറുണ്ട്, പിന്നെ ഗ്രീനുണ്ട്. അപ്പോൾ ഈ 3 കളറാണ് ഞാനിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു 3 കളർ കോമ്പിനേഷനിലാണ് ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ എല്ലാവരുടെ ഒരു സംശയമായിരിക്കുമല്ലോ, ഇത്രയും ബിയർ ബോട്ടിൽ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ക്രിസ്മസ് ആയിരുന്നപ്പോൾ നമ്മുടെ അനിയൻ്റെ ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വാങ്ങിയ ബിയറാണ്. അതിൻ്റെ ബോട്ടിൽസാണിത്. 3 കളറാണുള്ളത്, ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ കുപ്പി എങ്ങനെയാണ് ഇതിൽ കയർ കെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യം നമ്മൾ ഈ ഒരു കുപ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ കഴുത്തിന് ചുറ്റുമാണ് ഒരു കയർ കെട്ടേണ്ടത്. ഇത് ഞാൻ ചെറിയ മഞ്ഞ കളർ റോപ്പ് കടയിൽ നിന്ന് മേടിച്ചതാണ്. 50 രൂപയാണ് ഒരു റോളിന്. ഞാൻ 2 റോള് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഈ കുപ്പിയുടെ കഴുത്തിന് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് നമ്മളൊന്ന് അളവ് നോക്കണം. ഇത് താഴേക്ക് പോകാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ പോകരുത്. ഈ കഴുത്തിൽ ഇങ്ങനെ കറക്റ്റ് കിടക്കണം. അപ്പോൾ ആ അളവിന് നമ്മൾ ഇവിടെ ഒരു സാധാരണ രീതിയിലിടുന്ന രീതിയിലുള്ളൊരു കെട്ടിടുക. ഈ കയറിൻ്റെ അറ്റത്ത് ഞാൻ കെട്ടി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കണ്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റ് അളവിന് എടുക്കണം. അപ്പോൾ ഇത് താഴേക്ക് പോവില്ല. ഇനി നമ്മൾ ഊരിയെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് മുറിക്കുക. ഇവിടെ ഒരു ചെറിയൊരു എൻഡ് ഇട്ടിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തു, നമ്മൾ കുപ്പിയിലിട്ടു, കറക്റ്റാണ്. ഇനി ചെയ്യേണ്ടത് മെഴുകുതിരി വെച്ചിട്ട് ഉരുക്കുവാണ് ചെയ്യുന്നത്. ഈ 2 എൻഡും ഒന്ന് ഉരുക്കി കൊടുക്കണം. കൈ നനച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കൈ പൊള്ളരുത്, കൈ നനച്ചിട്ട് മാത്രമേ ഒട്ടിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ റൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ കുപ്പിയിലേക്ക് ഇടുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള റോപ്പ് നമ്മൾ റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുപ്പിയുടെ കഴുത്തിനെല്ലാം ഈ ഒരു വളയെ വിട്ട് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് തൂക്കി ഇടാനായിട്ട് ഇതിനൊരു പിടി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഒരു അളവിൽ നമുക്ക് എത്ര പൊക്കത്തിലാണോ ഇടേണ്ടത് ആ ഒരു ലെവലിൽ നമുക്ക് ഇവിടെ ഈ 2 കയറിൻ്റെ അറ്റത്തുനിന്നും നമ്മൾ ഒരു ലെവലിൽ ഒരു പീസ് കയർ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കയറിൻ്റെ കുപ്പിയുടെ പിടി അറ്റാച്ച് ചെയ്യാനായിട്ട് ആദ്യം ഈ ഒരു എൻഡിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കയറൊന്ന് പിരിക്കുമ്പോൾ നമുക്കിവിടെ ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലേക്ക് നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചെറിയ പീസ് ഒരെൻഡ് കയറ്റി വിടുക. ഇനി അതേ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചു പിടിക്കുക. ഈ കയർ 3ഉം കൂടെ ഒരുമിച്ച് വലിച്ചിങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു എൻഡ് കിട്ടും. ഈ എൻഡിൽ നമ്മൾ അതേപോലെ തന്നെ ഒരു ചെറുതായിട്ട് കയർ ഇങ്ങനെ പിരിച്ചിട്ട് അടുത്ത എൻഡ് കൂടി കടത്തി വിടുക. കണ്ടോ. ഇനി ഈ 2 എൻഡും ഓരോ ചെറിയ കെട്ടിട്ട് കൊടുക്കണം. ചെറിയ ഒരു അറ്റത്തൊരു ചെറിയ കെട്ട് മതി.
ഇത് നമ്മളിനി ഉരുക്കി അങ്ങ് നമ്മൾ ജോയിൻറ്റ് ചെയ്യും. അടുത്ത സ്ഥലത്തും ഒരു കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ കുപ്പിയുടെ കഴുത്തിലിടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഇനി ഈ രണ്ട് എൻഡും നമ്മൾ മെഴുകുതിരി വെച്ചിട്ട് ഉരുക്കി അങ്ങ് ജോയിൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാ കുപ്പിയിലും ഇതിൻ്റെ തൂക്കിയിടുന്ന സാധനം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് താഴേക്ക് എങ്ങനെയാണ് കയറ് കെട്ടുന്നതെന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ കയറെടുത്തിട്ട് കുപ്പിയുടെ ഈ അറ്റത്ത് വയ്ക്കുക. എന്നിട്ട് 1 2 3 4 ഇരട്ടി. ഇതിപ്പോൾ ഒരു പീസായി. ഇതുപോലെ ഒരു കുപ്പിക്ക് 4 പീസാണ് വേണ്ടത്. അപ്പോൾ 4 പീസ് നമ്മൾ എടുക്കുക. ഇപ്പോൾ 3 പീസായി. ഒരു തവണയും കൂടെ ചുരുട്ടിയിട്ട് ഇങ്ങനെ 4 പീസ് എടുക്കുക. എന്നിട്ടത് കത്തി കൊണ്ട് വയ്ക്കുക. ഇവിടെയുണ്ട് ഒരു എൻഡ്, അതും ഇനി നമ്മുടെ ഈ കഴുത്തിലിടുന്ന ഇതിൻ്റെ ഈ കയറുണ്ടല്ലോ, ആ കയറ് ഈ കുപ്പിയിലിടുക. കുപ്പിയിലിട്ടിട്ട് ആദ്യത്തെ നമ്മുടെ ഒരു കയറെടുത്തിട്ട് അത് വളച്ച് രണ്ടറ്റവും ഈക്വലായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു 2 മടക്കിലെടുക്കുക. എന്നിട്ട് ഈ മടക്കിലെടുത്ത ഈ അറ്റം നമുക്ക് ഇതിൻ്റെ കഴുത്തിന് ഇവിടെ ഒരു കെട്ടിയിട്ടതാണല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ കെട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ 2 അറ്റവും ഇതിനുള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ നമ്മൾ തൂക്കിയിടാൻ ഉദ്ദേശിക്കുന്ന ഈ കയറിനും നല്ലൊരു ഉറപ്പ് കിട്ടും. ഇനി അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ 2 അറ്റം നമ്മൾ മുറിച്ച് വെച്ച റോപ്പിൻ്റെ 2 അറ്റം എടുത്തു. അപ്പോൾ ഈ ഒരറ്റം ഇങ്ങനെ കിട്ടും. ഈ അറ്റം നമ്മൾ ഇവിടെ വയ്ക്കുക. അപ്പോൾ സാധാരണ ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു കെട്ടിൻ്റെ ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇതിനുള്ളിലൂടെ ഈ ബാക്കിയുള്ള 2 ബാലൻസ് പീസും വലിച്ച് പുറത്തേക്ക് എടുക്കുക. എന്നിട്ടത് വലിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ 2 കയറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഇതിൻ്റെ തൊട്ട് ബാക്കിലും ഓരോന്ന് അറ്റാച്ച് ചെയ്യണം. ഇവിടെയും നമ്മൾ കറക്റ്റ് സെൻറ്റർ പീസിലാക്കിയിട്ട് നമ്മളാദ്യം കെട്ടിടുക. എന്നിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഈ 2 എൻഡും സെയിം ആയിരിക്കണം കേട്ടോ, കറക്റ്റ് അളവായിരിക്കണം. ഒരു ഇത്തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് വ്യത്യാസം വരരുത്. ഇനി നമ്മുടെ 4ാമത്തെ കയറ് കൂടി നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഒരു 4ാമത്തെ പീസ് എടുത്തിട്ട് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്ത് അവിടെ വെച്ച് കെട്ടുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ആവുന്നതൊന്ന് സ്ട്രോങ് ആയിട്ടിരിക്കും. ഇപ്പോൾ അങ്ങനെ ഇതും കൂടെ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ പിടി. ബാക്കി നമ്മളിതിൻ്റെ കയറെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി ഇതെങ്ങനെ കെട്ടുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇനി ഇത് അടുത്ത പാർട്ട് ഈസിയാണ്. ഇവിടെ നിന്ന് ഒരെണ്ണം എടുക്കുക, ഇവിടെ നിന്ന് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ ഒന്ന് വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ 2 കയറും കൂടെ ഒരുമിച്ചങ്ങ് ഒരു കെട്ടിടണം. അതാണ് എളുപ്പം, അതാണ് വൃത്തിയും. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ
അടുത്ത സ്ഥലം. ഇവിടെ ഇനി കെട്ടുമ്പോൾ ഇതിൽ നിന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒരു 2-3 ചുറ്റുക. എന്നിട്ടിതൊന്ന് ഇതങ്ങ് കെട്ടി വെച്ചാൽ മതി. ഇനി ഇതിങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു ഭംഗിക്കുറവാണ്. അപ്പോൾ ഇതൊന്ന് പിരിച്ച് 3 പീസ്. ഇപ്പോൾ നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നമ്മുടെ കുപ്പിയൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെക്കാനായിട്ടുള്ള പ്ലാന്റ് കട്ട് ചെയ്തെടുക്കാം. ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ ബൗളിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കൂടെ നമുക്ക് കുറച്ച് എടുക്കാം. ചാവടിയുടെ ഈ ഒരു സ്ഥലത്താണ് ഞാനത് ഹാങ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുപ്പി കെട്ടിയിടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി എങ്ങനെയാണ് കെട്ടുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് റോപ്പ് ഞാൻ 2ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഈ 2 എൻഡും ഒരുപോലെ തന്നെ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഞാനൊരു കെട്ടിടാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഞാൻ കയറ് കെട്ടിയിട്ട് ഇതിലാണ് കുപ്പി നമ്മൾ ഹാങ് ചെയ്തിടാൻ പോകുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഈ കുപ്പിയിലെല്ലാം വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്യാം. ആദ്യം നമുക്കിത് ഇവിടെ തൂക്കിയിടാം. ഇത് ഇവിടെ അറ്റത്തൊരു കെട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻഡിൽ അത് കിടന്നോളും. ഇനി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഈ ഒരു എൻഡ് കൂടി നമുക്ക് ഇവിടേക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കണം. ഇനി ഞാൻ ബാക്കി ബോട്ടിലെല്ലാം തൂക്കിയിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചിട്ട് നമ്മൾ മണി പ്ലാന്റ് അല്ലെങ്കിൽ അതുപോലെ മണി പ്ലാന്റ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഞാനത് തൂക്കിയിടാൻ പോവുകയാണ്.
ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ്, ഹാങ് ചെയ്തിടാനായിട്ടൊക്കെ പറ്റിയ നല്ല ഒരു നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടുക. നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.